Good evening to all. Calicut University 5th Sem Accounting for Managementലെ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ചാപ്റ്റർ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇതിൽ ഒരുപാട് ടെക്നിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ടെക്നിക്കായിരുന്നു ഇത് കമ്പാരിറ്റേറ്റീവ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ 2-3-4 പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിൽ 2 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്, കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റും കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ അത് രണ്ടും നമ്മൾ പ്രോബ്ലം അടക്കം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്കൗട്ട് ചെയ്ത് കാണുക കേട്ടോ. എനിവേ അതിൽ രണ്ടാമത് വരുന്ന ടെക്നിക്സാണ് ഇത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ്, അതിൽ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് അനദർ ടെക്നിക്സ് ഓഫ് ഫിനാൻഷ്യൽ അനാലിസിസ്. ഫിനാൻഷ്യൽ അനാലിസിസിലെ മറ്റൊരു ടെക്നിക്സാണ് ഇത് പറയുന്നത് കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ദ statement in which items are converted into percentage taking some common base. അതായത് ഈ ഒരു കോമൺ സൈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഐറ്റംസിനെയൊക്കെ നമ്മൾ പേഴ്സൻറ്റേജിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും, ഒരു കോമൺ ബേസ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് 100% സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോമ്പോണൻറ്റ് പെർസെൻറ്റേജ്. ഇതൊക്കെ ഇതിൻ്റെ മറ്റു പേരുകളാണ് കേട്ടോ. These are called so because every individual item is stated as percentage of total 100. Okay, കോമൺ സൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻക്ലൂഡ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആൻഡ് കോമൺ സൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ രണ്ടെണ്ണമാണ് നമുക്ക് ചെയ്യാനുള്ളത്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റും കോമൺ സൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കോമൺ ബേസ് എടുക്കുന്നുണ്ട് ഈച്ച് ഇൻഡിവിജ്വൽ. ഓക്കെ, എല്ലാ ഐറ്റത്തിനെയും ഒരു കോമൺ ബേസ് എടുത്തിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണുക ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് നോക്കാം. അതിൽ 1-2 പ്രോബ്ലം ഡിസ്കസ് ചെയ്തതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം, കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കാം. അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം കേട്ടോ. അതോടുകൂടെ ഈ ഒരു ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യും. ഓക്കെ, എനിവേ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് a statement in which asset is shown as percentage of total asset and each liability and capital as a percentage of total liability and capital is called common size balance sheet. അതായത് ഈ ഒരു കോമൺ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ, ഈച്ച് അസറ്റ് എല്ലാ അസറ്റിനെയും ടോട്ടൽ അസറ്റിൽ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കും. അതുപോലെ തന്നെ ഓരോ ലയബിലിറ്റീനെയും ടോട്ടൽ ലയബിലിറ്റീൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കും. അതാണ് എന്ത് പറയുന്നത്, ഈ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ദിസ് ദ ബാലൻസ് ഷീറ്റ് വിച്ച് ഈസ് കൺവേർട്ടഡ് ഇൻ ടു പെർസെൻറ്റേജ് ഫ്രം ഈസ് കോൾഡ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. എന്നിട്ട് ഓരോന്നിനും ഓരോ പെർസെൻറ്റേജിലോട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. അതിനാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പെർസെൻറ്റേജ് ബാലൻസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൻ്റെ 2-3 പ്രോബ്ലം വർക്കൗട്ട് ചെയ്തതിന് ശേഷം കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പറയാം. അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഈ വീഡിയോസിൽ തന്നെ നമുക്ക് കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, കോമൺ സൈസ് ബാലൻസ് ഷീറ്റിലെ ഒരു സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ് കേട്ടോ ഇത്. ഓക്കെ, ഇതിലങ്ങനെ ക്ലാസിഫിക്കേഷൻ ഒന്നും വരുന്നില്ല, എല്ലാതും അവർ ഡയറക്റ്റായിട്ട് തരിക ചെയ്തിട്ടില്ല. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോയിങ് ബാലൻസ് ഷീറ്റ് ഓഫ് KPR ലിമിറ്റഡ് ഫോർ ദി ഇയർ എൻഡഡ് 31st March 2012 പ്രിപ്പയർ എ കോമൺ സൈസ് ബാലൻസ് ഷീറ്റ്. ഇതാണ് ബാലൻസ് ഷീറ്റ്. കുറച്ച് ഐറ്റംസ് ഒക്കെ തന്നെയുള്ളൂ. 1 lakh ആണ് ഇതിൻ്റെയും ടോട്ടൽ, അസറ്റിൻ്റെയും ടോട്ടൽ, ലയബിലിറ്റീൻ്റെയും ടോട്ടൽ. ലൈക്ക് ബാലൻസ് ഷീറ്റ് അതിൻ്റെ ടാലി ആയിരിക്കുമല്ലോ. ഓക്കെ, എനിവേ ലയബിലിറ്റി, ഷെയർ ക്യാപിറ്റൽ, 8% ഡിബഞ്ചേഴ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്രെഡിറ്റേഴ്സ്, പ്രപ്പോസ് ഡിവിഡൻഡ്, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഗുഡ് വില്ല്, പ്ലാൻ ആൻഡ് മെഷീനറി, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ് ₹1 lakh. ഓക്കെ, ടോട്ടൽ വന്നിട്ടുള്ള. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോമൺ സൈസ് ബാലൻസ് ഷീറ്റിലോട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2012. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് 2 തരത്തിൽ എഴുതാം. നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഒരു തരത്തിൽ ഇങ്ങനെ നമുക്ക് ബാലൻസ് ഷീറ്റ് എഴുതാം. രണ്ടാമത്തെ കേസ് ഇങ്ങനെയാണ്. അതായത് ലയബിലിറ്റി ആദ്യം എഴുതുക, അല്ലെങ്കിൽ അസറ്റ് ആദ്യം എഴുതുക, അതിന് ശേഷം പിന്നെ എന്ത് ചെയ്യുക, ലയബിലിറ്റി താഴെ എഴുതുക, അല്ലെങ്കിൽ അസറ്റ് താഴെ എഴുതുക. അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ 4 കോളൊക്കെ വരച്ചിട്ട് അങ്ങനെയൊക്കെ എഴുതാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതിക്കോളൂ കേട്ടോ. ഐ തിങ്ക് ദിസ് ഈസ് എനിക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയത് ഇതാണ്. കാരണം ഇത് വരുമ്പോൾ ആദ്യം ലയബിലിറ്റി, പിന്നെ എമൗണ്ട്, പിന്നെ പെർസെൻറ്റേജ്, പിന്നെ അസെറ്റ്, എമൗണ്ട്, പെർസെൻറ്റേജ്. ഇതാകുമ്പോൾ ഒരു പെർട്ടിക്കുലറിൻ്റെ കോളും ഒരു എമൗണ്ടിൻ്റെ കോളും ഒരു പെർസെൻറ്റേജിൻ്റെ കോളും. ഓക്കെ, അത് മതി. എനിവേ നമുക്ക് പെർട്ടിക്കുലറിൻ്റെ ഐറ്റംസിൽ ആദ്യം ലയബിലിറ്റീസിന് ഹെഡിങ് കൊടുക്കാം. അതിനാണ് ലയബിലിറ്റിയുടെ ഐറ്റംസായി എഴുതുന്നത്. ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇത്. ഓക്കെ, അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, താഴോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ എമൗണ്ട് ഞാൻ താഴോട്ട് എടുത്ത് എഴുതിയിട്ടുണ്ട്.
ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വന്നിട്ടുള്ളത് ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ 1 lakh റുപ്പീസാണ് വന്നിട്ടുള്ളത്. അത് ഇവിടെ ക്വസ്റ്റ്യനിലുണ്ട്, കാരണം ഇതെല്ലാം കൂടെ കൂട്ടിയാൽ 1 lakh കിട്ടും. അതാണല്ലോ ഇവിടെ. അപ്പോൾ 1 lakh ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറയുന്നത് 1 lakh ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ, അതായത് ഈ 1 ലക്ഷം രൂപയിൽ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ ഈ ടോട്ടൽ ലയബിലിറ്റീസിൽ ഷെയർ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ, ക്രെഡിറ്റേഴ്സിൻ്റെ, പ്രപ്പോസ്ഡ് ഡിവിഡൻറ്റിൻ്റെ, പ്രൊവിഷൻ ഫോർ ടാക്സിൻ്റെ ഒക്കെ പെർസെൻറ്റേജ് എത്രയാണെന്ന് അറിയേണ്ടത്. ഓരോന്നിൻ്റെയും ഷെയർ. ഓക്കെ, ഇത് ഇത്ര ഉണ്ട് ഇതിൽ, അല്ലെങ്കിൽ ഇത് ഇത്ര ഉണ്ട്, അതാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ഓൾറെഡി എമൗണ്ട് കൊടുത്തിട്ടുണ്ട്, അത് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ, ശതമാനമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ എമൗണ്ടും ഇതുപോലെ തന്നെ താഴോട്ട് എടുത്ത് എഴുതി ഓരോന്നിൻ്റെ ഐറ്റംസ്. ഇപ്പോൾ 50 ഷെയർ ക്യാപിറ്റൽ 50,000, 8% ഡിബഞ്ചർ 20,000, അങ്ങനെ ഓരോ നമ്മൾ എടുത്ത് എഴുതി. ഓക്കെ. ഇനി നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കാണണം. ഈ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കാണുമ്പോൾ നമ്മൾ കമ്പാരിറ്റേറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ കേസ് നമ്മൾ എങ്ങനെയായിരുന്നു പെർസെൻറ്റേജ് കണ്ടിട്ടുണ്ടായിരുന്നത്? കമ്പയർ, അതായത് ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആയിട്ടുള്ള എമൗണ്ട് ഡിവൈഡഡ് ബൈ പ്രീവിയസ് ഇയർ ഇൻറ്റു 100 ആയിരുന്നു കമ്പാരിറ്റേറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒക്കെ കേസിൽ. ഇവിടെയും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. അതായത് 50,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 50%, 20,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 20%, 12,000 divided by 1 lakh into 100 12%, 8,000 divided by 1 lakh into 100 8%, 6,000 divided by 1 lakh into 100 6%, 4,000 divided by 1 lakh into 100 4%. ഓക്കെ. ഇതാണ് എന്ത് പറയുന്നത്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി. ഇതൊരു സിമ്പിൾ പ്രോബ്ലം ആണ് കേട്ടോ. മേ ബി ഇതൊക്കെ എക്സാമിന് വരാനൊക്കെ സാധ്യതയുണ്ട്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ആദ്യം നമ്മൾ എഴുതുക, പിന്നെ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു ടോട്ടലിൽ ഈ ഷെയർ ക്യാപിറ്റലിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്, ഡിബഞ്ചേഴ്സിൻ്റെ പെർസെൻറ്റേജ് എത്ര. അപ്പോൾ എങ്ങനെയാണ് കാണുന്നത്, ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് 50,000 ആണ്, ഈ 50,000 ആണ്, ഈ 50,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 പെർസെൻറ്റേജ് കിട്ടി. പെർസെൻറ്റേജ് ആക്കുമ്പോൾ ഈ 100 ആക്കണമല്ലോ, അതാണത്. പിന്നെ 20,000 ചെയ്യുമ്പോൾ 20,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 20%. അങ്ങനെ ഓരോന്നും ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 100 കിട്ടും. ഓക്കെ. അതാണ് ലയബിലിറ്റീൻ്റെ. അസറ്റിൻ്റെ അതന്നെ, അസറ്റിൽ എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം ഹെഡിങ് കൊടുക്കുക, പിന്നെ ഐറ്റംസ് ഓരോന്നും ഇങ്ങോട്ട് എടുത്ത് എഴുതുക, അതിൻ്റെ എമൗണ്ട് എഴുതുക, എന്നിട്ട് പെർസെൻറ്റേജ് കാണുമ്പോൾ എങ്ങനെയാണ്, 1 lakh ഡിവൈഡഡ് ബൈ 10,000 10,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 10% കിട്ടും. അതേപോലെ തന്നെ 40,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 40%, 50,000 ഡിവൈഡഡ് ബൈ 1 lakh ഡിവൈഡ് ബൈ 50%, 20,000 ഡിവൈഡഡ് ബൈ 1 lakh ഇൻറ്റു 100 20%. അങ്ങനെ ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് കാണാം. ഇതാണ് എന്ത് പറയുന്നത്, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. മേ ബി ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് മോർ ഈസി ആയിട്ട് തോന്നാം. വെറും തോന്നലാണ്, ചെയ്ത് നോക്കാണ്ട് ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ. അതായത് അസറ്റിൽ ഹെഡിങ് കൊടുക്കുക, ഓരോന്നിൻ്റെ ഐറ്റം എടുത്ത് എഴുതുക, എന്നിട്ട് എമൗണ്ട് എടുത്ത് എഴുതുക, എന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണുക. അതാണ് കോമൺ സൈസ് ബാലൻസ് ഷീറ്റിൽ ഏറ്റവും സിമ്പിളായുള്ളൊരു ഫോമാണിത്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക്, ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലയബിലിറ്റീസിൽ തന്നെ നോൺ കറൻറ്റ് ലയബിലിറ്റി, കറൻറ്റ് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇക്വിറ്റി, ഷെയർ പ്രിഫറൻസ്, അങ്ങനെയൊക്കെ ഓരോ ക്ലാസിഫിക്കേഷൻ ആക്കി തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ എങ്ങനെയാണ് നമുക്ക് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇതാണ് ക്വസ്റ്റ്യൻ, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2021. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഇങ്ങനെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇതാണ് ലയബിലിറ്റി എന്ന് മാത്രം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് അസറ്റ് എന്നെല്ലാം നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഇതാണ് എന്ത് പറയുന്നത്, ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് ഇങ്ങനെ മാത്രം, ഈ വരെയൊന്നും ഉണ്ടായിരിക്കില്ല, ഇങ്ങനെ മാത്രമായിരിക്കും തരും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഇതും തരും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാണ്ടിരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് എന്ത്, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയബിലിറ്റീസ് ആണ്. അസറ്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി തന്നെ. ഇക്വിറ്റിയുടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, നോൺ കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ട്, കറൻറ്റ് ലയബിലിറ്റീസ് ഉണ്ട്, പിന്നെ അസറ്റ് തന്നെ നോൺ കറൻറ്റ് അസറ്റ് ഉണ്ട്, കറൻറ്റ് അസറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ക്ലാസിഫിക്കേഷനൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാൻ നോക്കാം. ഓക്കെ. ഷെയർ ക്യാപിറ്റൽ 6 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 4 lakh, റിസർവ്സ് ആൻഡ് സർപ്ലസ് 2 lakh, സെക്യൂർഡ് ലാൻഡ് 4,80,000, അൺസെക്യൂർഡ് ലാൻഡ് 80, 2,20,000, സെൻട്രൽ ഡെപ്റ്റ് 2 ലക്ഷം, ബിൽസ് പേബിൾ 2,40,000, പ്രൊവിഷൻ ഫോർ ടാക്സ് 60,000.
അസറ്റ് ആണെങ്കിൽ നോൺ കറണ്ട് അസറ്റ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെൻറ്റ്, കറണ്ട് അസറ്റ്സ്, അതൊക്കെയാണ് ഐറ്റംസ് തന്നിട്ടുള്ള എമൗണ്ടൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, കോമൺ സൈസ് ബാലൻസ് ഷീറ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ലയബിലിറ്റി ഐറ്റം തന്നെ. ലയബിലിറ്റി അസറ്റ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം അത് എഴുതാട്ടോ. ഞാൻ ആദ്യം എഴുതുന്നത് ലയബിലിറ്റിയാണ്, നിങ്ങളും ആദ്യം ലയബിലിറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി ഇവിടെ കൊടുത്തുള്ള പോലെ തന്നെ ഈ ഹെഡിങ് നമുക്ക് ഇങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. പിന്നെ നമുക്ക് ഇവിടെ തന്നെ ഇക്വിറ്റി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇക്വിറ്റി പറയുമ്പോൾ ഷെയർ ക്യാപിറ്റൽ ഏതൊക്കെയാണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്, ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരൊറ്റ ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ 6 ലക്ഷം, 4 ലക്ഷം, 2 ലക്ഷം. ഓക്കെ, ഇവിടെ ടോട്ടൽ പറഞ്ഞിട്ടുണ്ട് 24 ലക്ഷമാണെന്ന്. ഓക്കെ, ഇത് ഞാൻ പറയാൻ മറന്നുപോയി. അതായത് ഈ ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ടോട്ടൽ അസറ്റ് ടോട്ടൽ ലയബിലിറ്റി എന്ന് പറയുന്നത് 24 ലക്ഷമാണ് കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി 24 ലക്ഷം കിട്ടും, ഇതെല്ലാം കൂടെ കൂട്ടി 24 ലക്ഷം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓരോ ഐറ്റംസും അതായത് ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേപോലെ തന്നെ ഓരോ ഐറ്റംസും ഇങ്ങോട്ട് എടുത്ത് എഴുതുക, അതിൻ്റെ എമൗണ്ടും എഴുതുക. അഡീഷണൽ ആയിട്ട് ഇവിടെ എഴുതേണ്ട എന്താണെന്ന് വെച്ചാൽ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ, അത് മാത്രം എഴുതിയാൽ മതി. പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ എന്ന് പറഞ്ഞൊരു എന്ത് ചെയ്ത് ഒരു എമൗണ്ട് എടുത്ത് ഒരു കോളം വരയ്ക്കുക. ഓക്കെ, അത് വരയ്ക്കുക, എന്നിട്ട് ഈ എമൗണ്ട് എടുത്ത് എഴുതുക, അതേപോലെ തന്നെ അസറ്റും എടുത്ത് എഴുതുക. ഓക്കെ, എന്നിട്ട് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കാണാം. ഈ പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ കാണാമെന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 24 ലക്ഷം രൂപയാണ് എന്തിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത്, ലയബിലിറ്റീൻ്റെ ടോട്ടൽ അല്ലെങ്കിൽ അസറ്റിൻ്റെ ടോട്ടൽ എന്ന് പറയുന്നത് 24 ലക്ഷം രൂപയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൽ ഈ 24 ലക്ഷത്തിന് എത്രത്തോളം പങ്കുണ്ട്, അതാണല്ലോ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 6 ലക്ഷം ഡിവൈഡഡ് ബൈ 24 ലക്ഷം ഇൻറ്റു 100, 25%. പിന്നെ നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർ ആണെങ്കിലോ 4 ലക്ഷം ഡിവൈഡഡ് ബൈ 24 lakh ഇൻറ്റു 100, 60.67%. ഓക്കെ, റിസർവ്സ് ആൻഡ് സർപ്ലസ് 2 ലക്ഷമാണ്. അപ്പോൾ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 24 ലക്ഷം ഇൻറ്റു 100, 8.34%. അങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുകയാണ്. അപ്പോൾ ഇതെല്ലതും കൂടെ കൂട്ടി നമുക്ക് എന്ത് ചെയ്യണം, 100 കിട്ടണം. ഓക്കെ, ഈ ഒരു ടോട്ടൽ ഓഫ് പെർസെൻറ്റേജ് ഇവിടെ ഇതാണ് എന്ത് പറയുന്നത്, 100% എന്ന് പറയുന്നത്. 24 ഇവിടുത്തെ 100%. ഓക്കെ, ഈ 24 ലക്ഷത്തിൽ എത്ര പെർസെൻറ്റേജ് ആണ് 6 ലക്ഷം, എത്ര പെർസെൻറ്റേജാണ് 4 ലക്ഷം, എത്ര പെർസെൻറ്റേജാണ് 3 ലക്ഷം. ഇപ്പോൾ ഇതിനൊരു ഞാൻ പറഞ്ഞുതരാം, 6 ലക്ഷം ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ 6 ലക്ഷം ഡിവൈഡഡ് ബൈ 24 ലക്ഷം ഇൻറ്റു 100 ചെയ്യാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു 25% കിട്ടും, 25%. അപ്പോൾ നമുക്ക് കിട്ടും. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ ഐറ്റംസിൻ്റെ ഒക്കെ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ 100 കിട്ടും. അതേപോലെ തന്നെ ഇപ്പോൾ ഇനിയിപ്പോൾ അസറ്റിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആദ്യം ഇപ്പോൾ ഈ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നിന്നും ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ, കാരണം അതിനങ്ങനെ ഹെഡിങ്ങോ കാര്യം അതായത് ഇക്വിറ്റി ഷെയർ ഇക്വിറ്റി ഉണ്ടായിരുന്നില്ല, നോൺ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് അല്ലെങ്കിൽ നോൺ കറണ്ട് അസറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാതും ഒരൊറ്റ ഇതിലങ്ങ് കൊടുത്തേക്കുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പ്രോബ്ലം കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണെന്ന് പറയാൻ കാരണം. മേ ബി ഒരു 5 മാർക്സിനും 10 മാർക്സിനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ അസറ്റിൻ്റെ ഹെഡിങ് കൊടുക്കുക, നോൺ കറണ്ട് അസറ്റ്, എന്നിട്ട് ഓരോന്ന് എടുത്ത് എമൗണ്ട് ചെയ്തുക, എന്നിട്ട് 24 lakh ആണ്. അപ്പോൾ 8 ലക്ഷം ഡിവൈഡഡ് ബൈ 24 ലക്ഷം ഇൻറ്റു 100, 33.33, അതാണത്. പ്ലാന്റ് ആൻഡ് മെഷീനറി 6 ലക്ഷം ഡിവൈഡഡ് ബൈ 24 ലക്ഷം ഇൻറ്റു 100, 25%. ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലോ 2 ലക്ഷം ഡിവൈഡഡ് ബൈ 24 ലക്ഷം ഇൻറ്റു 100, 8.33. ഓക്കെ, ഇനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നോട്ട്സ് എല്ലാം ഞാൻ ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ നോക്കി ചെയ്യാട്ടോ, എഴുതിയെടുത്ത് ചെയ്ത് നോക്കുക. ജസ്റ്റ് വീഡിയോ കണ്ടാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇതിൽ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളോ ഒരു ഇക്വേഷൻസോ ഒന്നും വരുന്നില്ല. പെർസെൻറ്റേജ് കാണാമെന്ന് മാത്രം എങ്ങനെയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കോമൺ സൈസ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാം. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്